മോനും തന്നെ അജാതി മുതലാ. ആ പറക്കണ ചൂടാണ് ചായ ചൂട് ഇല്ല ചൂടില്ല. അടിപൊളി പാൽച്ചായാണ്. തച്ച വാങ്ങാൻ പോയി കൊച്ചയിലെ തച്ചലയിൽ പോയി കുത്തിന് പോയി തോയ് കുത്തിന് പോയി തോണി മുങ്ങിപ്പോയി തോയ് മുങ്ങിയാണ്ട് പോയി. പാൽപ്പട്ടി നീക്കിട്ട് ആറ്റിയാ പോരാ എന്നാല് നമ്മളാ കോപ്പയ്ക്ക് ആ സ്റ്റീൽ കോപ്പയ്ക്ക്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അന്തിപ്പാതിര നേരമാണ് പൊന്നാര മക്കളാണ്. നേരം വിളിക്കാൻ കാരണം 4 മണി കഴിഞ്ഞില്ലേ? 4 മണി കഴിഞ്ഞു. അപ്പൊ ഞങ്ങളിത് സ്ഥലം വരെ പോകാൻ നിൽക്കണേ. എവിടുക്കാ പോണേ? ഊട്ടി ട്രിപ്പ്. ഇൻഷാ അല്ലാഹ് ഊട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പെരുന്നാൾ പ്രമാണിച്ചിട്ട് നമ്മൾ ചെറിയൊരു കറക്കം കറങ്ങാണ്. അപ്പൊ നമ്മൾ പോകുന്ന ഫുഡൊക്കെ നമ്മള് മുമ്പത്തെ പോലെ തന്നെ വഴിയിലൊക്കെ വെച്ചുണ്ടാക്കി ഒരു അടിപൊളി യാത്ര തന്നെയായിരിക്കും. ഒരു അടിപൊളി യാത്ര തന്നെയായിരിക്കും. വഴിയിൽ വെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാ ഐറ്റം വൈകുന്നേരം ഒന്നും പുറത്തുനിന്ന് കഴിക്കണില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട. അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയൂല. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നമ്മൾ മുത്തു മാത്രമല്ലേ ഉള്ളൂ. മുത്തോടെ ജോലി സ്ഥലത്തായതുകൊണ്ട് ബാക്കിയില്ലാണ്ട്. പിന്നെ ഉമ്മ ഇന്നലെ ചെറിയ പെങ്ങളുടെ അടുത്ത് പോയിട്ട് അവിടെയാണ്, ചെറിയ താത്താൻ്റെ അടുത്താണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ എല്ലാ ഐറ്റംസും ഗ്യാസ് അടുപ്പ് എല്ലാം ആയിട്ട് പോകുന്നിട്ട് അടിപൊളി അഡാറ് യാത്ര തന്നെയാണ്. വഴിയിൽ വെച്ച് ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കി എല്ലാം കാണേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞറിയിക്കുന്നില്ല. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഞങ്ങളൊക്കെ വലിച്ചു വാരി വെച്ചിട്ടാണ്. ഇത് സാധനം പത്തിരിയാണ്. ഇന്നലെ രാത്രി തന്നെ മോളെ പത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി സാധനങ്ങളൊക്കെ അത് കവറിൽ കെട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫാണ്. ഇത് കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത് ഇവിടുന്ന് തന്നെ റെഡി ആക്കിക്കൊണ്ടുണ്ട്. ആ പത്തിരി, ബീഫ്, പിന്നെ കറിയാണ്. നല്ല അടിപൊളി കറിയാണ്. അതിൽ പത്തിരിയാണ്. ഇതൊക്കെ ഇപ്പോൾ വണ്ടിക്ക് കയറ്റാൻ പോകുന്ന ഐറ്റംസുകളൊക്കെ കുറേ ഒക്കെ അതിൽ കയറ്റിയിട്ടുണ്ട്. ഇതാ പൊന്നിതാ നല്ല നല്ല പത്തിരിയാണ് കേട്ടാ. എങ്ങനെയുണ്ട് പൊന്നോ? അടിപൊളി സ്റ്റൈൽ തന്നെയാണ്. അയ്യാ പഗ്ഗി എവിടെ? പഗ്ഗി ഓക്കെ. അവ ഇറങ്ങിക്കോ. അപ്പോൾ ഐറ്റംസുകളൊക്കെ നമ്മുടെ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പ്, ചെമ്പട്ടി, പിന്നെ ഇതിൻ്റെ കുറച്ച് വേറെ നൂഡിൽസ് കാര്യങ്ങൾ അതൊക്കെ ഇവിടെ പെട്ടിട്ടുണ്ട്. ഇതാ ചുള്ളൻ ഇത് നിൽക്കുന്നത് ഇവിടെ, ചുള്ളൻ ചിക്കൻ ഇതുണ്ടാ പഗ്ഗിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അകത്തേക്ക് കയറ്റാൻ പോകണേ കേട്ടോ. വാ, ഇനി എന്താ അവിടെ നിന്ന് എടുക്കാനുള്ള ഐറ്റംസുകള്? ഈ ബാഗ് ലാസ്റ്റ് വെക്ക. ഇത് പാത്താമ്പള്ളം എടുത്താ? പാത്താമ്പള്ളം അതൊക്കെ ഇതാ ഇത് ഈ സാധനങ്ങള് വെളിച്ചെണ്ണ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ സാധനം. കറി ഒരിടത്ത് ഇറക്കി വെച്ചാളിട്ടത്. ഇതൊരിടത്ത് ഇറക്കിയിട്ട് വെച്ചാളി. അപ്പം ഐറ്റംസുകളൊക്കെ ഏകദേശം റെഡി ഉണ്ട്. ഇതാ ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കടിയിലുണ്ട് കുറേ കാര്യങ്ങൾ കേട്ടോ. അത് വേണം ജസ്റ്റ് ഒന്ന് ഇരുന്നോട്ടെ. ഓക്കെ. ആയിട്ടുള്ള പൊയിഞ്ഞിങ്ങനെ കത്തിയതൊക്കെ അത് മതിയല്ലോ. ഇന്ന് വരെ ഇറങ്ങി. അപ്പോൾ മാസലാമ ഞങ്ങൾ ഇറങ്ങട്ടാ ഇൻഷാ അല്ലാ. ഓക്കെ, ഇന്നിറങ്ങിക്കോ. ഇന്നിറങ്ങിക്കളി, ഇന്നിറങ്ങിക്കോ, കേറിക്കോളി. ഞങ്ങളിതാ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. നല്ല ഇരുട്ടുള്ള വഴിയിലാ. നല്ല ഇരുട്ട തന്നെ ഇട്ടാ. ഞാൻ കുറച്ചൊരു അരമണിക്കൂർ വഴിക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും അത് പൊതുവെ അത് പൊതുവെ അങ്ങനെയാണ്. വല്യപ്പാരൊക്കെ ഇതാ പള്ളിയൊക്കെ ഇറങ്ങി കുറച്ച് വൈകിക്കണ്. ഞാൻ പറഞ്ഞ 4:45 ആയിട്ടുണ്ടാവില്ല. അപ്പൊ ആണെങ്കിൽ കുറച്ചും കൂടി നേരത്തെ പുറപ്പെടാമായിരുന്നില്ല. മതിയില്ല. എന്നായിക്കോട്ടെ, ഞങ്ങള് ബാക്കി വിശേഷങ്ങളായിട്ട് ഇപ്പൊ വരാം കേട്ടാ. കുറച്ചുകൂടെ പോട്ടെ. പിന്നെ അരമണിക്കൂർ മുമ്പേ പുറപ്പെടാ. സിനിമ പറഞ്ഞേക്ക് അരമണിക്കൂർ മുമ്പേ പുറപ്പെടാ. എന്താ മണി ഇതാ വടിയിൽ കിടന്ന്. അപ്പൊ ഞങ്ങള് മഞ്ചേരിയിലെത്തി. മഞ്ചേരി ടൗണില് ഇതാ ജസ്റ്റ് എണ്ണടിക്കാൻ കയറിയാണ്.
അപ്പോൾ നമ്മൾ സുബൈ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വയലിൽ നിർത്തിയതട്ടാ. ആ ഇറങ്ങിക്കോളും മക്കളെ. അതപ്പോ കൂടി മോനോ പൊന്നോ അയ്യാ വണ്ടിയിലാണ്. പൊന്നോന് വിശക്കുണ്ടെന്നാ പറഞ്ഞേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതിനാണ് നിർത്തിയാ മതി. അല്ല പിന്നെ കാരണം പറയാൻ കാരണം എന്താ വെച്ചാ 10 ഇറച്ചൊക്കെ വണ്ടിയിലുള്ളോണ്ടേ ഏതായാലും ഇനി രക്ഷയില്ല. ആ പൊന്നോ ഇവിടെ വണ്ടികളൊക്കെ നിർത്തി കാരണം നമ്മള് പോയി നോക്കാൻ എന്താ സ്ഥിതി. പൊന്ന മോനവിടെ നിന്നല്ലോ. ചായ കുടിക്കാനുള്ള പരിപാടി കേട്ടോ. അവസരമുണ്ട്. ഞാൻ ഒമാനിൽ പഠിക്കുമ്പോൾ അവിടെ ONDC ടൂറിസ്റ്റ് കമ്പനി ഉണ്ട്. അതിൽ ബാത്റൂം ഉണ്ട്. വൈൻ മരം ആടെ ആൾക്കാരെ വഹിക്കണേ. മാള ഇറങ്ങണ്ട മാള. അപ്പൊ ഞങ്ങൾ എന്താ പറയാ പൈൻ ഫോറസ്റ്റ് അല്ലേ, പൈൻ വാലിയിൽ എത്തിയിട്ടുണ്ട്. ഇതാ പൊന്നൂരൊക്കെ ഇനിയിപ്പോ ഇവിടെ നിന്ന് ജസ്റ്റ് മൂത്രയിലൊക്കെ പോവാം. ഓരോ ആരോഗ്യത്തോടെ മാള ഇറങ്ങിക്കോ. ഓക്കെ ചായ കുടിച്ചിട്ടില്ല, ചായ കുടിച്ചിട്ട് വേണം പോവാൻ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വന്നിട്ട് നമ്മൾ ഇരുട്ടത്താണ് ഇത് കൂടി പോയതില്ലേ. എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഇവിടെ ഒന്നും കാണാനും വരെയൊക്കെ പറ്റിയില്ല. ഇപ്പം ഏതായാലും നന്നായി കാണാൻ പറ്റും. തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്, നല്ല അടിപൊളി തണുപ്പ്. ഇവിടുന്ന് പോകാൻ തോന്നൂല, ഇവിടെ നല്ലതല്ലേ. ഈ പ്രത്യേകിച്ച് ഈ വന്മാരത്തിൻ്റെ ഉള്ളിലാവുമ്പോൾ പിന്നെ. അപ്പോൾ ഇവിടുത്തെ ഈ വൈൻമരത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടതാവുന്നതാണ്. നമുക്ക് കാണാതെ കുറേ ആയിട്ട് കാണാതെ കാണുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. അടിപൊളി ഉണ്ടല്ലേ. അവിടെ ഒരാൾ ഇരിക്കണേ. എന്താ മൈക്കത്തെ അല്ല അങ്ങനെ ഫുള്ള്
ചുരാണ് ചുരം ചുരെല്ലാം കഴിഞ്ഞു കൂട്ടെത്തില്ല നല്ലൊരു കമ്പം അപ്പൊ ഞങ്ങൾ കൊഞ്ചം കമ്പം സാപ്പിടുന്നതിന് അപ്പുറം എന്താണ് അല്ലേ കുട്ടിമോൻ സാപ്പിടില്ലയാ വലുതെടുത്തോ എനിക്ക് സിന്നത് மட்டும் அங்க வை பெருசு நீங்க എന്താണ് കളി பெருசு எனக்கு അതിനത് കിട്ടുട്ടായിരുന്നു ചിന്നതാ എടുത്തിട്ടുണ്ടേ പെരുസു എടുത്തോ നമുക്ക് കഴിയും 50 രൂപ മോദിനൊക്കെയില്ല അപ്പൊ ഞങ്ങള് നിങ്ങൾക്ക് വലുതാണല്ലേ അതെടുത്തു പറഞ്ഞേ അതെടിയാ സാരയാ അപ്പൊ ഒരുപാട് കാലായിട്ട് കുറെ ദിവസങ്ങളായിട്ട് ഭയങ്കര കമ്പയെന്ന് ഒരു കമ്പം കഴിക്കാന് അല്ലേ അപ്പൊ കമ്പം കഴിച്ചോണ്ടിരിക്കാണ് ഞങ്ങൾ ചായ അടിച്ചു ഇപ്പൊ ചായ അടിച്ചു ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് നാസ്ത കഴിച്ചിട്ടില്ല കുറച്ചങ്ങോട്ട് പോയിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് പോവന്നാല് രാവിലെ കോഴിമുട്ടയും ചായയും കുടിച്ചേക്കണ് കോഴിമുട്ട എന്താ പക്ഷെ കോഴിമുട്ട ഒറ്റ വിശപ്പുണ്ടാവില്ല ഞാൻ പിന്നെ അതെന്താ അറിയില്ല മൊച്ചക്കുട്ടി കണ്ടതി ഇന്റെ കമ്പം വാങ്ങിപ്പോള് ഓളത് കഴിഞ്ഞിട്ട് എവിടെ എന്റെ കഴിഞ്ഞാ ഇവിടെ സംഗതി ചൂടോടെ കിട്ടുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണല്ലേ ഇല്ലോ ഇത് കഴിച്ചോ നല്ല വെയിലായിട്ടുണ്ട് പക്ഷെ നല്ല തണുപ്പാണ് വെയിലിന് ചൂടില്ല കേട്ടാ അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് കളമ്പിടയാണ് അപ്പുറം പോയി സാപ്പിടത്തേക്ക് ടൈം ആച്ച് എന്നാ കേറി വണ്ടി കയറപ്പാ சாப்பிடலையா ஏன் சாப்பிடலையா முடிஞ்சதா அப்புறம் தான் அப்படியா ഞങ്ങൾ ചായ കുടിക്കണം അപ്പൊ ഒരു ലേശം ചായ ഉണ്ടാക്കണം ചായ ഉണ്ടാക്കാനുള്ള പരിപാടി ഞാൻ ഉണ്ടാക്കുന്ന ചായ പിന്നെ ബാക്കിയുള്ളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരിക്കണേ ചായ ഞാൻ ഉണ്ടാക്കും അപ്പൊ നല്ലൊരു സ്ഥലം കണ്ടെത്തിയിരുന്നതിനെ പറ്റി അപ്പൊ ഗയ്സ് നമുക്ക് പോവാം വീഡിയോയിലേക്ക് ഇവിടെ നമുക്ക് ഓർമ്മയുള്ള സ്ഥലമല്ലേ നമ്മളെ എൻജോയ് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ കൊറേ റീൽസ് ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത സ്ഥലം ഏതത് ചായപാത്രം ചെറിയ ചെമ്പട്ടി എന്താ നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലം കേട്ടാ ഇവിടെയൊക്കെ താഴെയൊക്കെ നല്ല വീടുകളൊക്കെയാണ് കണ്ടാ പാടികൾ പാടി എന്നല്ല ഒരേ ഇതില് കൊറേ റൂമുകളിലെ പാടി അതന്നെ ഈ ഭാഗത്തൊക്കെ പാടി നർച്ചില് നല്ല രസമുള്ള സ്ഥലമാണ് നിക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കട്ടെ നോക്കി ഒരു കാര്യം പറയട്ടെ കട്ടൻ ചായ പാൽ ചായ കട്ടൻ ചായ നമ്മളെ കുഞ്ഞാമാനെ പോലത്തെ ഒരുപാട് ആളുണ്ടാവും ഊട്ടിയും ഇതൊന്നും കാണാത്ത ഇല്ലേ ഇഷ്ടം പോലെ ആളുണ്ടാവും കുഞ്ഞാമാനെ പോലെ കുഞ്ഞാമ്മ ഊട്ടി ഒന്നും കണ്ടിട്ടില്ല ഇല്ല പൊന്നുവാ അപ്പൊ കുഞ്ഞാമ്മക്കൊക്കെ കാണാച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എടുക്കണ കേട്ടാ അവിടെ ഒക്കെ കണ്ട ഇത് ക്യാരറ്റിന്റെ കൃഷിയാണ് നോക്കട്ടെ ആ കാണുന്നതൊക്കെ കട്ടായാ ഫുള്ള് കട്ടായില്ലേ ആ നെയ്യായി വെളിച്ചെണ്ണ മൂന്നാറത്തെ എനിക്ക് ഓർമ്മ ഉണ്ടാ എന്ന് ചായ അത് വെള്ളം കട്ടടിച്ചു കുറച്ചും കൂടി വെള്ളം കട്ടടിച്ചു മതി മതി എന്ന് ക്യാമറ കയ്യട്ടല്ലേട്ടാ ഇങ്ങനെ നടക്കേണ്ടി വരും പ്രേതത്തിന്റെ അരി പോക്കത്തിക്കും ഇപ്രാവശ്യത്തെ ആദ്യമായിട്ടുള്ള അടുപ്പ് കത്തിക്കൽ
ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചായ ഉണ്ടാക്കാനുള്ള പാല് വെള്ളം. ചോദ്യം. യെസ്, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അപ്പൊ ഇപ്രാവശ്യത്തെ പാല് കാച്ചിൽ തുടങ്ങാൻ പോവാണ്. ആദ്യമായിട്ട് അടുപ്പ് എത്തിക്കുകയാണ് ഈ വരവില് അല്ലേ? ആദ്യമായിട്ട് കട്ടായിരിക്കുകയാണ്. അപ്പൊ നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടുന്ന് കൊണ്ടുവന്ന പൊടിയനല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിക്ക് വന്നപ്പോ കൊണ്ടുപോയ ചായപ്പൊടി അടിപൊളി ചായ ഉണ്ടാക്കാൻ പോകുന്നത്. ബാക്കിയൊക്കെ ഇപ്പൊ കാണിച്ചു റെഡി ആവട്ടെ. കറി भैया वो गिरने का नहीं. ഗ്രാമപ്രദേശം നല്ല ഗ്രാമങ്ങളാട്ടാ. അതാ തേയിലത്തോട്ടം കണ്ടില്ലേ? ചുറ്റുപാടും നല്ല വിരിച്ചു കിടക്കുന്ന അതിപ്പോഴല്ല ഉച്ചക്ക്. ഇതിപ്പോ ഇപ്പൊ ചൂടാക്കി ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാ നടന്നിട്ട് വരാട്ടോ. അപ്പൊ മകളെ എല്ലാം റെഡിയാക്കി ചായ തിളക്കാൻ വേണ്ടി ഇതെങ്ങനെ കാത്തിക്കാണ്. മാളും അടുപ്പത്തേനുണ്ട്. അടിപൊളിയല്ല? നല്ല അടിപൊളി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അതെയാ. പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, നമ്മള് ഇത് ഉണ്ടാക്കുന്ന ഏരിയ ഉണ്ടല്ലേ, നല്ല അടിപൊളി ഏരിയയാണ്, നല്ല രസമുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ കഴിക്കാൻ പോകണിഞ്ഞ് നമ്മുടെ ജീവിതത്തില് നമുക്ക് എല്ലാം ആയിട്ട് അല്ലേ ഒന്നും സാധിക്കൂല. അപ്പൊ ഞങ്ങളെ നമ്മള് ഒരു കല്യാണം ഉണ്ടാവുമ്പോ ഒരു ഡ്രസ് കോഡ് എടുത്താല് ആ ഡ്രസ് കോഡിന്റെ ഡ്രസ്സ് നമ്മള് വീണ്ടും ഉപയോഗിക്കണുണ്ടാ? ആ ഡ്രസ് കോഡിന് എത്ര റുപ്യാവും? 1000 ചില്ല റുപ്യ അടിച്ചാനോ കൂടി. ഞാൻ എന്റെ അനുഭവം പറയാം. എന്റെ ഒരു ഡ്രസ് അവിടെ ഇരിക്കുന്നുണ്ട്. ആ പൈസ അങ്ങനെയൊക്കെ നമ്മൾ എത്ര പൈസ നാസാക്കണേ. അതിനും നമുക്ക് പ്രശ്നമില്ല. നമ്മള് ടൂറ് പോയാല് ഒരാളെ ടൂറ് പോയാല് അത് പൈസ നാസാക്കണേ. സംഭവമാക്കി മാറ്റിയ ഓരോ കല്യാണത്തിന് ഡ്രസ്സ് എടുത്ത് വെച്ചുകൊണ്ട് അൽമാരിലൂടെ പാത്തച്ച് പിന്നെ അത് ഉപയോഗിക്കണില്ല. അത് പ്രശ്നമല്ല. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. നമ്മൾ ആസ്വദിക്കണേ ജീവിതം, നമ്മൾ ആസ്വദിക്കണേ, അത് വലിയ പ്രശ്നമാണ്. ഞങ്ങള് കണ്ടില്ല സകല സാധനവും പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊന്നും ചെലവ് കുറക്കാന് ഫുഡില്ല, നമ്മൾ ഉണ്ടാക്കുക കഴിക്കുക. 5 സ്റ്റാർ വലിയ ഹോട്ടലിൽ പോയാൽ നമുക്ക് ഫുഡ് കിട്ടും. പക്ഷെ വേണ്ട, നമ്മൾ ഉണ്ടാക്കി ഈ കഴിക്കാം. രസം നമുക്ക് കിട്ടൂല. ഓക്കെ, എല്ലാരും പറയാ നിങ്ങളിപ്പോ അവിടെ വെച്ചുണ്ടാക്കാനാ പോയിന്ന്. പക്ഷെ ഈ രസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഏതാണ് രസം എന്നുള്ളത് അല്ലേ? എനിക്ക് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണ ഇഷ്ടമല്ല. അപ്പൊ കഴിക്കുക. അപ്പൊ വെള്ളം തളിച്ച് ഇതാ മാള് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പാൽപ്പൊടി ഇവിടെ കുഞ്ഞിന്റെ അച്ഛനൊരു തച്ച വാങ്ങാൻ പോയി കൊച്ചയിലെ തച്ചലയിൽ പോയി കുത്തിന് പോയി തോണി മുങ്ങിപ്പോയി. പാൽപ്പൊടി ഇതിക്കിട്ട് ആറ്റിയാ പോരാ എന്നാല് നമ്മളാ കോപ്പയൊക്കെ ആ സ്റ്റീൽ കോപ്പയൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ പാല് കാച്ചിന് തിളച്ചു പോയി, അതേപോലെ ചായ കാച്ചിന് ചായ പതച്ചു പോയിട്ടുണ്ട് അല്ലേ? പഞ്ചസാരട്ടാ വലിയ ഓവറണ്ട. നല്ല അടിപൊളി പാൽപ്പൊടിയൊക്കെ ഇതിലിട്ട് ചായ ആറ്റാൻ പോകണേ. നല്ല ആറ്റിയ ചായ ഉണ്ടാ. ഞാൻ തിരിച്ചു മാറ്റല്ലേ? ആ പൊന്തിച്ചാറ്റിക്കോ. പൊന്നെ പാൽപ്പൊടി കുറവൊന്നുമില്ലല്ലോ. ഞാൻ ആറ്റുന്നില്ല, ഞാൻ ആറിക്കോളും. കോപ്പി കഴിച്ചേക്കെന്നാലും ഒഴിച്ചാൽ പറ്റില്ല. ഊട്ടിയിൽ വന്നിട്ട് ഊട്ടിച്ചായപ്പൊടി കൊണ്ട് ഊട്ടിച്ചായ കുടിക്കാണ്. നന്ന ഒരു ആറ്റിന് ആറ്റിക്കോ. അവറാൻ കാറ്റിന്ന മതി കുറിയിലുണ്ടായിരുന്നെ. ഞാൻ ആറ്റിനാ അവ കുടിക്കാൻ പോവാണ് ചായ. നമ്മള് കൊടുങ്ങണ പത്തിരിയും
വേടക്കണ ജാതി എങ്ങനെയുണ്ട്? ഉരുളങ്കിഴങ്ങ കറിയും പത്തിരിട്ടാ. അപ്പൊ ഇനി വരും എടുത്തോളി. ആ ഇവിടെ ഉണ്ട് കേട്ടാ. ഓനെ സ്റ്റോറി ഇടുന്നൊക്കെ തിരക്കിലാണ്. ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായി റെഡിയായി വന്നിക്കണോന്. എന്ന് നമ്മള് ചിക്കൻ കറി എല്ലാം ഉണ്ടല്ലേ. ഇന്ന് നമുക്ക് അവിടെ ഇരുന്ന് നിന്നാളേ. അവിടെ പോയിരുന്നോ നിങ്ങള്? അതാ കൊള്ളി തടലിട്ടാ. വേണ്ടേ ചിക്കൻ കറി അവിടെ നിക്കും ഇതിനു മുമ്പില്. നല്ല വറുത്തരച്ച ഉരുളൻകിഴങ്ങിന്റെ കറിയാണ്. തിന്നു നോക്കുന്നിട്ട് പറയ്. ആ നല്ല ടേസ്റ്റ് ഉണ്ട്. മോനും തന്നെ അജാതി മോലാ. അപ്പൊ അറക്കട ചൂടാണ് ചായ ആണല്ലേ. ചൂട് ഇല്ല, ചൂടുണ്ടാ? പാൽച്ചായ ഉണ്ട്, അടിപൊളി പാൽച്ചായയാണ്. അപ്പൊ ഇതൊക്കെ ഒന്നും നമ്മള് അല്ലേ പൊന്നോ, ഇതൊക്കെ നമ്മളെ ജീവിതത്തില് എനിക്ക് ചായ ഇട്ടീനാ. എങ്ങനെയുണ്ട്? അപ്പൊ കണ്ടില്ല. അപ്പൊ ഊട്ടിയിൽ നമ്മൾ അധികം ദൂരം തന്നെ എത്താന്. ഇത് കണ്ടില്ല നിങ്ങള്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മാഷാ അല്ലാ. നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ വന്ന് കഴിക്കുമ്പോ വേറെ ആരെ ഉണ്ടാക്കി തിന്നാം. അതെ അതെ, സൂപ്പറായി. അപ്പം ഞങ്ങൾ കഴിക്കണിഞ്ഞ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അടുപ്പത് അവിടെ അനാഥ ഇരിക്കുന്നുണ്ട്. നമ്മളെ ഐറ്റംസുകളൊക്കെ അവിടെ. മോനോ കഴിച്ചട്ടാ. അപ്പം ഞാൻ കഴിക്കണടിയിൽ കൂടെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളെ വണ്ടി നിൽക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടിമാൻ ഇതവിടെ നല്ല സെറ്റപ്പായിട്ട് തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇവിടെ. കുട്ടിമാൻ ചായ ഇട്ടില്ലേ? ആ ചായ ഇവിടെ പാർന്ന് വെച്ചേക്കണേ. നല്ല തണുപ്പാണ്. പോലെ അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ലേ. അപ്പൊ ഞങ്ങള് ഇവിടെ വിടുകയാണ്. അടുത്ത ഈ സ്ഥലം അടിപൊളിയാ, നല്ല സ്ഥലം. നല്ല രസമുണ്ട്. അല്ല നിങ്ങൾ കയറിയാക്ക. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ഫോട്ടോ ഉണ്ടാവും.